ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് ഉമ്മമാൻ്റെ കൂടിക്കൊന്ന് പോയി. അപ്പോൾ പോയപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് കാനരപ്പുഴയ്ക്ക് പോവാം. ഞങ്ങൾ അടുത്താണ് കേട്ടോ, ഉമ്മമാൻ്റെ കൂടിയിട്ട് കുറച്ചടുത്താണ് കാനരപ്പുഴ പാർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ വിചാരിച്ചു ഇന്ന് നമുക്ക് എല്ലാവർക്കും പാടെ അവിടേക്ക് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പോകാൻ നേരത്തെ ഉമ്മമ്മ പഴം ഇങ്ങനെ ഉണക്കിയതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് പോകാൻ നേരത്തെ ഞങ്ങൾ കുടിക്കാൻ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് സേഫ്റ്റിക്ക്. പിന്നെ അവിടെ പോയിട്ട് മേടിക്കണ്ടേ, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ തന്നെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടാണ് ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് തന്നെ പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിത് പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ ഇങ്ങനെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഗൈസ്, ഞങ്ങൾ റിയമോളൊക്കെ അവിടെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓളും ക്യാമറ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. കാർഷദിയമോൾ ഇങ്ങനെ പറഞ്ഞു കണ്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിതേ പോവാൻ നിൽക്കുകയാണ്. ഞങ്ങൾ 3 വണ്ടിയിലായിട്ടാണ് പോണത്. ഇമ്മമ്മയും ദിയമോളും ആൻറ്റിയൊക്കെ ഒരു വണ്ടിയിൽ, പിന്നെ ഞങ്ങൾ 3 ആൾക്കാർ ഒരു വണ്ടിയിലുമാണ് പോണത്. ഞങ്ങൾ ഇമ്മച്ചിൻ്റെ വീട്ടിൽ നിന്ന് 2 കസിൻസ് ഉണ്ടായിരുന്നു. അവിടെ എൻ്റെ കസിന് പ്രസവിച്ച് കിടക്കണോണ്ട് ഓളും ഉമ്മയും വന്നില്ല. അപ്പോൾ ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിത് മമ്മാൻ്റെ കൂടിയിലെത്തി. അപ്പോൾ ഞങ്ങളിത് അവിടെ കനാലിൽ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ഇനി എവിടേക്ക് പോകുന്നൊക്കെ അങ്ങനെ ഇതാക്കി നിൽക്കുകയാണ്. കനാലിൽ കുറച്ചൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. ഞങ്ങൾ റിയമോൾ ഇറങ്ങിയിരുന്നു. 3 നോള അവളവിടെ ഇരുന്ന് ഇങ്ങനെ നീയാന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ആർക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളിപ്പോൾ കാനരപ്പുഴ ഡാമിൻ്റെ ബാക്കിലെത്തി. വെള്ളം നല്ലോണം വറ്റിക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ കമ്പി ഉണ്ടോ അത് വരെ ഉണ്ടായിരുന്നു. നല്ല അടി ഇങ്ങനെ കണ്ടിരുന്നു. കമ്പിയില്ലേ നമുക്കൊന്ന് ഇറങ്ങി നോക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ബാക്കിൽ കുറച്ച് നേരം നിന്ന് ഇങ്ങനെ നോക്കി. അപ്പോൾ അവിടെ ആൻറ്റി വീഡിയോ എടുക്കുന്നുണ്ട്, ഞങ്ങളും വീഡിയോ എടുക്കുന്നുണ്ട്. അവിടെ ചെറിയൊരു കടയാണ്. പിന്നെ ആ കാണുന്നത് ബോട്ട് കയറാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി നമുക്കടുത്ത് ഗാർഡനിലേക്ക് പോകണോ എവിടേക്ക് പോകണം എന്ന് അറിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് ഗാർഡനിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളിത് പാർക്കിങ്ങിൽ വണ്ടി നിർത്തി. അപ്പോൾ അവിടെ അതിൽ കാനരപ്പുഴ എന്നുള്ളടത്ത് ബോബി ചണ്ണൂൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു കളഞ്ഞിക്കണം. അപ്പോൾ ഞങ്ങൾ അതേ നടക്കുമ്പോൾ ഞങ്ങൾ ഓക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതും തിന്നും കൊണ്ടാട്ടോ നടക്കുന്നത്. റിയമോൾ അപ്പോഴും ഉറക്കാണ്. റിയമോൾ പാർക്കൊക്കെ എത്തിയപ്പോഴാണ് ഇറങ്ങിയത്. അവിടെ പേസ് കൊടുക്കണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറില്ല. പിന്നെ അവിടെ ചെറിയ കുട്ടികൾക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അതേ ഞങ്ങൾ ഇനി പാർക്കിലേക്ക് പോകണം, അത് വേറെ എവിടേക്കെങ്കിലും മാറിക്കണമെന്ന് നിൽക്കുന്നു. അപ്പോൾ അതേ ഞങ്ങൾ പാർക്കിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും റിയൊക്കെ അവിടെ കളിച്ചായിരുന്നു. അവിടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം. അപ്പം അതേ ഞാൻ അവിടെ നിന്ന് ഉരിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ തട്ടടിക്കുമ്പോൾ അടുത്ത ആൾ വന്നാൽ ഞാൻ വേഗം നീച്ചു. അപ്പം ഞാൻ ദിയമോള് വന്നിട്ട് ഇനി റിയമോളെ കാത്തിക്കായിരുന്നു. റിയമോളെ മേലെ നിന്ന് ഒരാൾ ഒന്തിടും, അടിയിൽ നിന്ന് 2 ആൾക്കാർ പിടിക്കാൻ നിൽക്കും. കാരച്ച വീഴൊന്ന് മേടിച്ചിട്ടാണ്. കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓള് തട്ടിയിടോ മേടിച്ചിട്ടായിരുന്നു. ഞാൻ ഓളെ ഉണ്ടിട്ട് ഓള് ഇപ്പം വരും റിയമോള്. അപ്പം ഗൈസ് ഞങ്ങൾ റിയമോൾ വരാൻ കാത്തിരിക്കണം. അപ്പോൾ റിയമോൾ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇനി പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ദിയമോൾ തലയുടെ മേലെ കുപ്പിയൊക്കെ കയറ്റി വെച്ചിരിക്കണു. അപ്പോൾ ഇതിൻ്റെ അമ്മമ്മയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും സ്റ്റെപ്പൊക്കെ കയറി ഇങ്ങനെ നടന്ന് വരുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു കുത്തൻ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, നല്ലൊരു സ്റ്റെപ്പായിരുന്നു അത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നടന്നു പോകുക. നല്ല രസമുണ്ടായിട്ടോ ഇങ്ങനെ എല്ലാവരും പാടെ നടക്കാനായിട്ട്. അപ്പോൾ അവിടെ നല്ലൊരു ആന ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ആനൻ്റെ അടുത്ത് നിന്നിട്ട് വെറുതെ തുമ്പിക്കായി പിടിച്ചിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ എല്ലാവർക്കും ബൈ.